ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് PSCയുടെ അക്കൗണ്ട് ലോഗിൻ ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ PSC തുളസി ലോഗിനിൽ പോവുക. അപ്പോൾ ഇതിൽ മൂന്നാമത്തെ സൈറ്റാണ്. അപ്പോൾ നമ്മൾ ആ സൈറ്റ് കയറി കഴിഞ്ഞാൽ ലോഗിൻ ഓപ്ഷൻ കാണും. യൂസർ നെയിമും പാസ്വേഡും കൊടുക്കുക. ഇത് ഞാൻ മുന്നേ തന്നെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ യൂസർ നെയിമും പാസ്വേഡും കൊടുക്കുക. നമുക്ക് ആക്സസ് കോഡ് ഉണ്ട്, അതും കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒരു അടുത്ത ടാബിലേക്ക് വരും. ആ ടാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OTP കിട്ടുന്ന ടാബായിരിക്കും. അതായത് നമ്മളെ ഫോൺ നമ്പറിലേക്കും മെയിൽ ID-യിലേക്കും OTP സെൻഡ് ചെയ്യും. അപ്പോൾ ആ OTP വെച്ചിട്ടാണ് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുക. ആദ്യമൊക്കെ ഇങ്ങനെ ആയിരുന്നില്ല, ഇപ്പോൾ കൂടുതലായിട്ടില്ല ഇങ്ങനെ ഒരു ഇതിലേക്ക് മാറിയിട്ട്. അപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് OTP ആവശ്യമാണ്. അപ്പോൾ നമുക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ലോഗിൻ ചെയ്യാൻ പറ്റും നമ്മുടെ ഫോൺ നമ്പർ ഉള്ള ആൾക്ക് മാത്രം. വേറൊരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരാൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ OTP ആഡ് ചെയ്തതിന് ശേഷം വെരിഫൈ OTP കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അക്കൗണ്ടിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ ഒരു ടാബാണ് കാണിക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ റൈറ്റ് സൈഡിൽ നമ്മളെ ഫോട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട്. നോട്ടിഫിക്കേഷൻസ് എന്ന ഓപ്ഷൻ ഉണ്ട്. മൈ ആപ്ലിക്കേഷൻ കൺഫർമേഷൻസ് ഒക്കെ ഉണ്ട്. നോട്ടിഫിക്കേഷൻസ് ഇത് കുറേ വന്ന് കിടക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ എലിജിബിൾ ആണെന്ന് നോക്കിയിട്ട് അപ്ലൈ ചെയ്യാം. പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കുറേ അതുപോലെ ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ ഓപ്ഷനിലും നമ്മൾ പോയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റുകളുണ്ടോ നോക്കുക. അപ്പോൾ അതിന് റൈറ്റ് സൈഡിലായിട്ട് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ട്. അപ്പോൾ എലിജിബിൾ ആണോ എന്നുള്ളത് നോക്കിയിട്ട് എലിജിബിൾ ആണെങ്കിൽ അപ്ലൈ ചെയ്യാം. അങ്ങനെ ഇതിൽ കൺഫർമേഷൻസ് ഉണ്ട്. കൺഫർമേഷൻസ് ഇപ്പോൾ ആക്റ്റീവായി കൺഫർമേഷൻസ് ഒന്നും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കാണിക്കേണ്ടതാണ്. അങ്ങനെ അഡ്മിഷൻ ടിക്കറ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ കാണിക്കും. അങ്ങനെ ഓരോന്നോരോന്ന് നമുക്ക് കാണിക്കുന്നതാണ്. അപ്പോൾ ഇത്ര സിമ്പിളാണ് നമുക്ക് എന്ത് ചെയ്യാൻ, PSCയുടെ എക്സാമിന് നമ്മൾ അപ്ലൈ ചെയ്യാനും കൺഫർമേഷൻ കൊടുക്കാനും അതുപോലെ നമ്മുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനും അതുപോലെ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും ഓപ്ഷൻസ് ഉണ്ട്. അതുപോലത്തെ ഇൻഫോർമേറ്റീവായുള്ള വീഡിയോസിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്